ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെറ്റ് ചെയ്തവരെ, കട്ട് മോഷ്ടിച്ചവരെ അവര് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എടാ, എന്റെ ആങ്ങളെ കള്ളനാക്കിയതിന്റെ ഉത്തരവാദി നീയാ. നീ ഒറ്റൊരാൾ മാത്രം. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ജയിലിൽ പോയാൽ പോരെ മാഡം. ഞാനും വർമ്മ സാറും തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യുകയില്ല. ഈ ഇടപാടിന്റെ പിന്നിലെ വലിയ ചതി നടന്നിട്ടുണ്ട്. അതെവിടെ നിന്നാണെന്നും എങ്ങനെയാണെന്നും ഞാൻ കണ്ടുപിടിക്കും. ഷുവറാ. പിന്നെ ഈ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലാണെങ്കിലും വർമ്മ സാറ് ഒരിടത്തും ബലിയേടാവില്ല. അതിനെ ഞാൻ സമ്മതിക്കുകയില്ല. അത് സാറിന്റെ മകളുടെ ഭർത്താവായതുകൊണ്ടല്ല. സാറിന്റെ ഇടം കൈ ബലം ഞാനാ. ഞാനുള്ളപ്പോ വർമ്മ സാർ ഒരിടത്തും തോൽക്കില്ല. പിന്നെ മാഡം വികാരം കൊള്ളുന്നതേ ഷേക്സ്പിയർ ഡ്രാമയിലെ മാർക്ക് ആന്റണിയുടെ പ്രസംഗം പോലെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കൂടുതൽ വികാരം കൊള്ളണ്ട. ചിലതൊക്കെ പറയാൻ എനിക്കും ഉണ്ടാവും. ഞാൻ കാരണം സാറിന് ഇങ്ങനൊരു അപമാനം നേരിട്ടതില് എനിക്ക് സങ്കടമുണ്ട്. ജയിലിൽ പോവേണ്ടി വന്ന ഞാൻ പോവും. സാറ് വിഷമിക്കണ്ട. ഇന്ന് അവന്റെ പിറന്നാൾ ദിവസമായിരുന്നു. അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായി പോയി. അവൻ എന്നോട് കാണിച്ച ധിക്കാരത്തിന് നിനക്കൊന്നും പറയാനില്ലേ? അളമുട്ടിയ ചേരയും കടിക്കും ചേച്ചി. അവൻ കട്ടുമുടിച്ചതിനെ എന്റെ ആങ്ങളെ നാണം കെട്ട് ജയിലിൽ പോകേണ്ടി വരില്ലേ? ചേച്ചി, രാജു ഏട്ടന്റെ മരുമകനാ ചേച്ചി. ഇത് എത്ര പ്രാവശ്യം പറയണം? അവ അഴിമതി കാണിച്ചെന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. അവൻ അശ്രദ്ധ പറ്റിയിട്ടുണ്ടാവും. അതൊന്നും പറയാറായിട്ടില്ല. നീയേ അവനെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ? ഭൂമി പിളർന്ന് നീ താഴേക്ക് പോകുമ്പോഴേ നിനക്ക് മനസ്സിലാവും സമൂഹത്തിന്റെ മുന്നില് കുറ്റക്കാരനായി നിൽക്കുന്നത് നീയാണെന്ന്. അത് മറക്കണ്ട.